പ്രിയമുള്ളവരെ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇതിനായി തൊലി കളഞ്ഞ് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കൊണ്ടാട്ടമുളക്, ഉപ്പ്, കറിവേപ്പില, കടുക്, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു വെക്കേണ്ടതാണ്. വേവിച്ച് വെച്ച ചോറ്, ഓംലെറ്റ് ഉണ്ടാക്കാനായി മുട്ട, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ആദ്യമായി മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് സ്റ്റവ് ഓണാക്കുക. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലായിടത്തും എത്തിക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തിയിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മിക്സ് ചെയ്ത മുട്ട ഒഴിക്കാവുന്നതാണ്. മുട്ട ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറുഭാഗത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഓംലെറ്റുകളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല രുചികരമായൊരു വിഭവമാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ആ മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമല്ല എങ്കിലും മുളക് മാറ്റി വയ്ക്കാവുന്നതാണ്. കുരുമുളക് പൊടി കുറച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നന്നായി കഴിക്കും. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എരിവ് താങ്ങാൻ കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓംലെറ്റുകൾ റെഡിയായി വന്നിട്ടുണ്ട്. അതേ പാനിൽ തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായിരിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇളക്കി കൊടുക്കുക. ചെറുതായി ഇളക്കി കൊടുക്കണം. തീ നന്നായി കുറച്ച് വെക്കണം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കടുക് പൊട്ടാനുള്ള സമയം നമ്മൾ കൊടുക്കേണ്ടതാണ്. കടുക് പൊട്ടിയില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനിടയ്ക്ക് പൊട്ടാത്ത കടുക് കഴിച്ചു കഴിഞ്ഞാൽ ആ രുചി ആർക്കും ഇഷ്ടപ്പെടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, കറിവേപ്പില ഇവ ചേർക്കാവുന്നതാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കേണ്ടതാണ്. മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി ചേർത്ത് കൊടുത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നതോടൊപ്പം നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ച ചോറിലേക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും വെളുത്തുള്ളിയും ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചോറ് ഇട്ട് കൊടുത്ത ശേഷം ആ ഉള്ളികളെല്ലാം നന്നായി ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും എത്തിയെന്ന് തോന്നുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി ബാക്കി ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കഴിക്കാനായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓംലെറ്റും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു.